നമസ്കാരം. 1,39,000 വർഷം പഴക്കമുള്ള ശിലായുധങ്ങൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽപ്പെടുന്ന റേത്തിലപ്പിള്ള എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഈ ശിലായുധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പുരാവസ്തു ഗവേഷക ലോകത്ത് വൻ ഞെട്ടലിനാണ് ഈ കണ്ടെത്തൽ കാരണമായിരിക്കുന്നത്. കാരണം ഇവ നിർമ്മിച്ചത് ഏത് കാലഘട്ടത്തിലെ മനുഷ്യരാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയിലേക്ക് എത്തിച്ചേരാൻ ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും കഴിഞ്ഞിട്ടില്ല. സങ്കീർണമായ തരത്തിലുള്ള നിർമ്മാണ രീതികളാണ് ഈ ശിലാ ഉപകരണങ്ങൾക്ക് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ആധുനിക മനുഷ്യരാണ് ഈ ശിലായുധങ്ങൾ നിർമ്മിച്ചതെന്ന് കരുതാനും സാധിക്കില്ല. മധ്യശിലായുഗ കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്നതാണ് ഈ ശിലായുധങ്ങൾ. ആധുനിക മനുഷ്യർക്ക് മാത്രമേ ഇത്തരം സങ്കീർണ ശിലായുധങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് ഇതുവരെ അനുമാനിക്കപ്പെട്ടിരുന്നത്. ഈ ധാരണയെ പൊളിച്ചെഴുതാൻ ഉതകുന്ന ഇത്തരം കണ്ടെത്തലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പഴയ ശിലായുഗത്തിന്റെ ഉപവിഭാഗമാണ് മധ്യശിലായുഗം അഥവാ മിഡിൽ പാലിയോലിത്തിക് കാലഘട്ടം. 3 ലക്ഷം മുതൽ 50,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണിത്. യൂറോപ്പ്, ആഗ്ര, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഈ ശിലായുഗത്തിന്റെ തിരുശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വംശനാശം സംഭവിച്ച പല പ്രാചീന മനുഷ്യകുലങ്ങൾക്കും ശിലായുധ നിർമ്മാണം വശമുണ്ടായിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷണ ഫലങ്ങൾ മുമ്പും തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇത്തരം കണ്ടെത്തലുകൾ പ്ലോസ് 1 എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്നും പ്രാചീന ശിലായുധങ്ങൾ കണ്ടെത്തിയത് ഇത് ആദ്യമായിട്ടല്ല. ചെന്നൈക്കടുത്തുള്ള ചരിത്രാതീത പ്രദേശമായ അതിരമ്പാക്കത്ത് നിന്ന് ഇത്തരം ഉപകരണങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അവയ്ക്ക് 3,72,000 മുതൽ 1,70,000 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ 15 ലക്ഷം വർഷം പഴക്കമുള്ള പ്രാചീന ഉപകരണങ്ങളും അതിരമ്പാക്കത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശർമ്മ സെന്റർ ഫോർ ഹെറിറ്റേജ് എഡ്യൂക്കേഷനിലെ ചരിത്രാതീത ഗവേഷകരായ ശാന്തി പപ്പുവും കുമാർ അഖിലേഷുമാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ഇതോടൊപ്പം 1.2 ദശലക്ഷം വർഷം പഴക്കമുള്ള ഉപകരണങ്ങൾ കർണാടകയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പ്രാചീന ഉപകരണങ്ങളെ അച്ചൂലിയൻ ഉപകരണങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വംശനാശം സംഭവിച്ച പുരാതന മനുഷ്യയിനമായ ഹോമോ ഇറക്ടസ് എന്ന വർഗമാകാം അച്ചൂലിയൻ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കൾ എന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനമായും ആഫ്രിക്കയിലും ഏഷ്യ വൻകരയിലും ഉടനീളം 1.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കുറഞ്ഞത് 2,50,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് ഇവർ ജീവിച്ചിരുന്നത് എന്നതിന്റെ തെളിവുകൾ അടുത്ത കാലത്ത് ലഭിച്ചിരുന്നു. എന്നാൽ ദക്ഷിണേഷ്യയിലെ ശിലായുധങ്ങൾ കണ്ടെത്തപ്പെട്ട സൈറ്റുകളിൽ നിന്ന് ഇതുവരെ പൂർവികരായ മനുഷ്യവർഗങ്ങളെ സംബന്ധിച്ച ഫോസിലൈസ് അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഫോസിലൈസ് അവശിഷ്ടങ്ങളുടെ അഭാവം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ശിലായുധങ്ങളുടെ ഉടമസ്ഥർ ആരാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ തടസ്സമായി തീർന്നിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാതന ശിലാനിർമ്മിത ഉപകരണങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. യൂറോപ്പിലും സമാനമായ ചോദ്യചിഹ്നങ്ങൾ സൃഷ്ടിച്ച കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. 60,000 മുതൽ 70,000 വർഷങ്ങൾക്കിടയിൽ ആഫ്രിക്കയിൽ നിന്നും ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യർ പല വൻകരകളിലേക്കും കുടിയേറി എന്നതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതിനാൽ തന്നെ ആധുനിക മനുഷ്യരുടെ ആഗമനത്തോടെയാണ് ഇത്തരം ഉപകരണ നിർമ്മാണങ്ങൾ നടന്നതെന്നായിരുന്നു ഇതുവരെ കരുതപ്പെട്ടു പോന്നിരുന്നത്. എന്നാൽ ഈ ചരിത്ര വിശ്വാസത്തെ തച്ചുടയ്ക്കുന്ന കണ്ടെത്തലാണ് നിലവിൽ ആന്ധ്രയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ആഫ്രിക്ക, യൂറോപ്പ്, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തു വന്ന കണ്ടെത്തലുകളും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. 1,25,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് ഇന്നത്തെ ഇന്ത്യയുടെ പല ഭാഗത്തും ജീവിച്ചിരിക്കാമെന്ന് വാദിക്കുന്ന ഗവേഷകരുമുണ്ട്. 10 വർഷം മുമ്പ് ആന്ധ്രാപ്രദേശിലെ ജ്വാലാപുരത്ത് നടന്ന ഒരു സ്വതന്ത്ര പുരാവസ്തു പഠനത്തിൽ 77,000 വർഷം പഴക്കമുള്ള ശിലായുപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ മേഖലയിൽ ഹോമോ സാപ്പിയൻസ് ജീവിച്ചിരുന്നിരിക്കാം എന്ന നിഗമനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. എന്നാൽ ആധുനിക മനുഷ്യർ ഈ ഭാഗങ്ങളിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ആഫ്രിക്ക, യൂറോപ്പ്, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും മധ്യ ശിലായുഗത്തിലെ ഉപകരണങ്ങൾ ഒരേ സമയം കണ്ടെത്തിയിരുന്നു. ഇവയിൽ നിന്നും ഒരൊറ്റ ഉപസംഹാരത്തിൽ എത്തിച്ചേരാം. ഒരേ ഉപകരണ നിർമ്മാണ വൈദഗ്ധ്യം വ്യത്യസ്ത മനുഷ്യവർഗത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു എന്നതിലേക്കാണ് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. പ്രൊഫസർ അനിൽ ദേവരിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ആഫ്രിക്കയിലെ ആധുനിക മനുഷ്യരും യൂറോപ്പിലെ നിയാണ്ടർതാലുകളും അതോടൊപ്പം ദക്ഷിണേഷ്യയിലെ മറ്റ് ചില പുരാതന മനുഷ്യവർഗങ്ങളും ശിലായുധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു എന്നതാണ് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.